വെറുതെ ഒരു കോള് കളയണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ എടുക്കാത്തെ. വന്നല്ലോ ആണോ? ഈ കയ്യേ ഈ ഫോണിൽ ഇത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേനും ഞാനിവിടെ എത്തിയില്ലേ, അപ്പോഴേക്കും ഒരു കോള് വെറുതെ എടുത്തിട്ട് എന്തിനാണ് ഇപ്പൊ? അതിന് മുമ്പ് വിളിച്ചതോ? അതിന് വിളിച്ചപ്പോ ഞാൻ വേറെ തിരക്കിലായി. പ്രസിഡന്റ് വിളിച്ചു, അത് കോൾ വെയിറ്റിംഗിലായിരുന്നു. കൊറിയർ അയച്ചോ? കൊറിയർ അയച്ചോന്ന്? ഏത് കൊറിയർ? ഓ കാലത്ത് തന്നു വിട്ടതേ. കൊറിയർ അയച്ചിട്ടുണ്ടാവും. അത് അയച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഉറപ്പില്ലേ? നിങ്ങളല്ലേ അയച്ചത്? നിങ്ങൾ ബോധം കിട്ടി നടക്കുക. അയക്കാതിരിക്കാൻ വഴിയില്ലല്ലോ, അയച്ചിട്ടുണ്ട്. എന്തുവാ ക്ലീറ്റോ, അയച്ചില്ലേ? സംഭവം ഞാനിവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോ പ്രസിഡന്റ് വന്ന് ഡൽഹിയിൽ നിന്ന് ഒന്നും പറയണ്ടെന്ന് വന്നിട്ട് എത്രയും പെട്ടെന്ന് അയാൾക്ക് എന്നെ കാണാതെ ഇരിപ്പില്ല. നേരെ ഇവിടെ എത്തണം, ക്ലീറ്റ് ഇപ്പോൾ എത്തണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ പോകാതിരിക്കാൻ പറ്റുമോ? അപ്പോഴാണോ നടരാജൻ മുന്നിൽ വന്ന് ചാടി. ഞാൻ നടരാജനെ ഏൽപ്പിച്ച് അമ്മ അയച്ചിട്ടുണ്ടാവും. തീർന്ന്. നടരാജന്റെ കയ്യിൽ ആരെങ്കിലും കൊടുത്ത് വിടുവോ ക്ലീറ്റ്? ഇതുവരെ അയാൾ ഒരു കാര്യം മര്യാദക്ക് ചെയ്തിട്ടുണ്ടോ? വേണ്ടൂലായിരുന്നു. ഇതിപ്പം പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞ പിന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോടി? കുഴപ്പമില്ല, നടരാജൻ അയക്കും. ഞാൻ നിങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചോ? കുഴപ്പമില്ലായിരിക്കും. സ്വന്തം മോളുടെ കാര്യമല്ലേ ക്ലീറ്റോ? നീ വേളം വെക്കല്ലേ? വിളിച്ചു നോക്ക്, അയച്ചിട്ടുണ്ടായില്ലെന്ന് അറിയാലോ. ഡേറ്റ് കഴിയാറായിരുന്നു. അത് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ നിങ്ങളെ ശരിയാക്കും ഞാൻ. നീ അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കണോ പറഞ്ഞവനെ. ആ കൊച്ചു അത്ര ആഗ്രഹിച്ചല്ലേ ക്ലീറ്റോ? ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് കൊടുത്തിട്ടുണ്ടാവൂല. അത് കൊടുത്തിട്ടുണ്ടാവൂല. ആ കൊച്ചിന്റെ ഭാവി നിങ്ങളായിട്ട് ഇരുളടപ്പിക്കും. നീ അങ്ങനെയൊക്കെ അങ്ങോട്ട് പറയല്ലേ. പിന്നെ അത്ര ഉത്തരവില്ലാത്തതൊന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് പറ്റില്ലായിരുന്നെങ്കിൽ എന്നോട് പറയായിരുന്നില്ല. എനിക്ക് ഇതൊന്നും ചെയ്യാൻ അറിയാൻ പാടില്ല. അല്ലെങ്കിൽ ഞാൻ പണ്ടേ പോയി ചെയ്തിട്ട് എന്റെ കുടുംബത്ത് വന്നേനല്ലോ. എന്തോരം ആഗ്രഹിച്ചു ചെയ്തത് അവള്. ആഗ്രഹിക്കുന്നതാണ് അവളുടെ ഭാവിയല്ലേ. ഈ പെണ്ണുങ്ങൾ പറയണായിട്ട് അതൊന്നും ഞാൻ മനഃപൂർവ്വം എന്തിനാ വലിയ ദ്രോഹം ചെയ്ത പോലെയാണല്ലോ. അത് കൊടുത്തിട്ടുണ്ടാവും. അത് ഞാൻ കിട്ടുമ്പോ അറിയാലോ. കൊടുത്തിട്ടുണ്ടാവില്ല. ഫോൺ എടുക്കണില്ലല്ലോ അവൻ. കാലി വന്നിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും എങ്ങനെയാ ക്ലീറ്റോന്റെ ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യൂല. വെള്ളം എടുത്തോണ്ടെന്ന് അവന് വെള്ളം കുടിക്കാൻ കിട്ടണം. ഒരു കാര്യം പറഞ്ഞ കേൾക്കില്ല. അവിടെ പോയി കഴിക്കും. ഞാൻ ഡാഡി അന്വേഷിച്ചിട്ട് പറയാം. അവിടെ പോയി കഴിക്കും പോ. എന്റെ കർത്താവേ, പെണ്ണുങ്ങൾ രണ്ടു മൂന്നും ഒരുമിച്ച് ചേർത്ത് കലബല എന്ന് മനുഷ്യന് ഒരു സ്വസ്ഥതയും തരൂല. എങ്ങനെയെങ്കിലും ജയിച്ച് ഡൽഹിയിൽ എത്തിയാൽ മതിയായിരുന്നു. സ്വസ്ഥത ഉണ്ടായിരുന്നു.